MK രാഘവനെതിരായ ആരോപണത്തിൽ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് അയക്കാൻ വേണ്ടി ഇതുകുറിച്ച് ഒരു പ്രിലിമിനറി ഇൻക്വയറി നടത്തിയതിനു ശേഷം എന്താണ് ഒരു പ്രാഥമിക നിഗമനം എന്ന് കളക്ടറോട് ഞാൻ ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് റിപ്പോർട്ട് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ പോലീസ് അതോറിറ്റിയോടും ഞാൻ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും. എന്നാലും ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ മാതൃക പെരുമാറ്റ ചട്ടത്തിൻ്റെ ഒരു വളരെ അതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മുഴുവൻ വശങ്ങൾ ഇതിൻ്റെ പരിശോധിക്കേണ്ടി വരും. മിക്കവാറും ഇന്ന റിപ്പോർട്ട് കിട്ടും എന്നാണ് എൻ്റെ നിർദ്ദേശം. കാരണം വളരെ സീരിയസ് ഇഷ്യൂ ആണ്. MK രാഘവനെതിരെയുള്ള ആരോപണം ഗൌരവമേറിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെക്കുറിച്ച് കമ്മീഷൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കോടിയേരി പറഞ്ഞു. ടെലിവിഷൻ ചാനലുകൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം വളരെയധികം ഗൗരവമുള്ളതാണ്. ഈ ആരോപണത്തെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ തോതിലുള്ള തുക ചെലവഴിച്ചുവെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്രയും തുക ഇലക്ഷനിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണ്. ആ കാര്യം പ്രത്യേകം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ കള്ളപ്പണം ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ഈ ടെലിവിഷൻ ചാനൽ പുറത്തുകൊണ്ടുവന്നിട്ടുള്ളത്. സംരംഭകരിൽ നിന്ന് കോഴ പാരിതോഷികം സ്വീകരിക്കാമെന്നും സംബന്ധിച്ച MK രാഘവന്റെ സംഭാഷണം പുറത്തുവന്ന സ്ഥിതിയിൽ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് അനുചിതമാണെന്ന് എളമരം കരീം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷണർക്കും ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാതി നൽകുമെന്നും എളമരം കരീം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കോഴ അല്ലെങ്കിൽ പാരിതോഷികം ഒരു സംരംഭകരിൽ നിന്ന് കൈപ്പറ്റാമെന്ന് സമ്മതിച്ച അദ്ദേഹത്തിന്റെ സംഭാഷണം, അതിന്റെ വിഷ്വൽ ആൻഡ് ഓഡിയോ വെളിയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് MP ആയിരിക്കാൻ അവകാശമില്ല, അർഹതയില്ല. ഇങ്ങനെ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പരസ്യമായി സമ്മതിച്ച ഒരാളെ സ്ഥാനാർത്ഥിയായി വീണ്ടും നിർദ്ദേശിക്കുന്നത് അങ്ങേയറ്റം അനുചിതമാണ്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉടനെ പിൻവലിക്കണം. ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലയിലെ ഇലക്ടറൽ ഓഫീസർ കം റിട്ടേണിംഗ് ഓഫീസർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാതികൾ നൽകുന്നുണ്ട്. MK രാഘവനെതിരായ കോഴ ആരോപണത്തിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്ന് കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രൊഡിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വാർത്തകളാണ്. വാർത്തകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ. സുപ്രധാനമായ ഘട്ടമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും ഇത്തരം കാര്യങ്ങളൊക്കെ. വയനാട്ടിലെ മത്സരം LDF-നെതിരെയെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം നൽകാനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. That the CPM and the Congress have been locked in a fight in Kerala, and this fight will go on. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. കൽപ്പറ്റ SKMJ സ്കൂളിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഹുൽ തുറന്ന ജീപ്പിലാണ് കളക്ടറേറ്റിലെത്തിയത്. കളക്ടർക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ശേഷം 2 കിലോമീറ്ററോളം പ്രചരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയും നടത്തി. അനൂപ് നൽകും വിശദാംശങ്ങൾ. അനൂപ്, റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയാണ് രാഹുൽ മടങ്ങിയത്. സമഗ്രമായ വിവരങ്ങൾ എന്താണ്? ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട് കൽപ്പറ്റയിലെ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്റർ മാർഗം വന്നിറങ്ങിയത്. ഇതിനുശേഷം തുറന്ന ജീപ്പിൽ വയനാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. ഇതിനുശേഷം കൽപ്പറ്റ കളക്ടറേറ്റിൽ ജില്ലാ വരണാധികാരി, ജില്ലാ കളക്ടർക്ക് മുമ്പാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ഇതിനുശേഷം കൽപ്പറ്റ നഗരത്തിൽ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരം അദ്ദേഹം റോഡ് ഷോ പ്രചരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ഈ റോഡ് ഷോയിൽ രാഹുൽ ഗാന്ധി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, പ്രിയങ്ക ഗാന്ധി
മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി ലീഗ് നേതാക്കൾ തുടങ്ങി വലിയൊരു നേതൃനിരയുണ്ടായിരുന്നു. ഈ റോഡ് ഷോയിൽ അദ്ദേഹം നിരവധി പ്രവർത്തകരും വിവിധ ജില്ലയിൽ നിന്ന് മാത്രമല്ല ജില്ലയിൽ നിന്ന് പുറത്തു നിന്ന് എത്തിയ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷം ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ജില്ലയിൽ ഇതിന്റെ ഭാഗമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി എത്തി അദ്ദേഹം ചെലവഴിച്ചു. ഇതിനുശേഷമാണ് മടങ്ങിയത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലൂടെ ജില്ലയിലെ മുഖ്യ മുന്നണികളുടെ ഏതാണ്ട് സ്ഥാനാർത്ഥി ചിത്രം പൂർത്തിയായി. എല്ലാ പ്രധാനപ്പെട്ട മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇതിനകം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്നത്. പ്രത്യേകിച്ച് മാവോയിസ്റ്റ് ഭീഷണികളുടെയും സാന്നിധ്യത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ കൽപ്പറ്റയിൽ ഉൾപ്പെടെ ദേശീയ സുരക്ഷാ ഏജൻസിയുടെയും പോലീസിന്റെയും മറ്റ് വിവിധ സുരക്ഷാ ഏജൻസികളുടെയും വലിയ സുരക്ഷാ സന്നാഹം ഉണ്ടായിരുന്നു. അവയുടെ എല്ലാം സുരക്ഷാ വലയത്തിലാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇന്ന് ജില്ലയിലെത്തിയത്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ബാരിക്കേഡുകൾ അടക്കം പോലീസ് കൽപ്പറ്റയിൽ സ്ഥാപിച്ചിരുന്നു. കൽപ്പറ്റ ഏതാണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ കൽപ്പറ്റ നഗരത്തിലൂടെയുള്ള ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചാണ് ഇതിനുള്ള സാഹചര്യം പോലീസ് ഒരുക്കിയത്. ഏതായാലും രാഹുൽ ഗാന്ധി ACC അധ്യക്ഷൻ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം കേരളത്തിൽ CPM-ൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ. എന്നാൽ കേരളത്തിൽ ഇത്തരം വിമർശനങ്ങൾ ബഹുമാനത്തോട് കേൾക്കുന്നു. എന്നാൽ CPM-നെതിരെ യാതൊരു വിധത്തിലുള്ള വിമർശനങ്ങളോ എതിരഭിപ്രായമോ പ്രചരണ പരിപാടികളിൽ നടത്തില്ല എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമപ്രവർത്തകരോട് ഈ പത്രിക സമർപ്പണത്തിന് ശേഷം പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം പത്രിക സമർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നു കോഴിക്കോട്ടേക്ക്. അനൂപാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം മതേതര ചേരികളെ ദുർബലപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി. BJPയെ നേരിടുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂടി ഇല്ലാതാക്കുന്നതാണെന്നും പിണറായി പറഞ്ഞു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ നോമിനേഷൻ ആർക്കെതിരെയാണ്? ഇടതുപക്ഷത്തിനെതിരെ. രാഹുൽ ഗാന്ധി എടുക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ടോ? BJPയുടെ സ്ഥാനാർത്ഥിയില്ല. അപ്പൊ ഇടതുപക്ഷത്തെ എതിർക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു നടപടിയാണ് തുറന്നു വരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പൊതു തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് 154 പത്രികകളാണ്. പ്രളയം സംബന്ധിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആക്ഷേപമുയർന്നു. കോൺഗ്രസ് അനുഭാവിയും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനുമായിരുന്ന അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ് തെരഞ്ഞെടുപ്പ് കാലത്ത് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് സംശയത്തിന് ഇടയാക്കുന്നത്. സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷന്റെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമാണ് ഈ രംഗത്ത് യാതൊരു വൈദഗ്ധ്യവുമില്ലാത്ത അഭിഭാഷകന്റെ റിപ്പോർട്ട്. കേരള ജനത ഒരേ മനസ്സോടെ അതിജീവിച്ച മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അമിക്കസ് ക്യൂറിയായ അഡ്വക്കേറ്റ് ജേക്കബ് അലക്സിന് കോൺഗ്രസുമായുള്ള അടുത്ത ബന്ധമാണ് സംശയത്തിന് ഇടയാക്കുന്നത്. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് സർക്കാർ അഭിഭാഷകനായിരുന്നു അഡ്വക്കേറ്റ് ജേക്കബ് അലക്സ്. ചെങ്ങന്നൂർ സ്വദേശിയായ അഭിഭാഷകൻ ഡാം മാനേജ്മെന്റ് വിദഗ്ധനോ കാലാവസ്ഥ വിദഗ്ധനോ അല്ല. ഈ വിഷയത്തിൽ ഇദ്ദേഹം യാതൊരു പഠനവും നടത്തിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് പകർപ്പും നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം സർക്കാരിനെതിരെ പ്രചരണ ആയുധമാക്കി വിഷയം മാറ്റുകയും ചെയ്തു. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചർച്ചാ വിഷയമാകുമ്പോൾ പ്രളയത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന കേന്ദ്ര ജല കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടും പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി ഉണ്ടായ അതിവർഷമാണ് പ്രളയ കാരണമെന്ന് ഡേറ്റകളുടെയും വസ്തുതകളുടെയും സഹായത്തോടെയാണ് കമ്മീഷൻ വിശദീകരിച്ചത്. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിചിത്രവാദത്തെ നിശിതമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഡാമുകൾ നേരത്തെ തുറക്കാതിരുന്നതാണ് പ്രളയ കാരണമെന്ന വാദത്തെയും സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന റിപ്പോർട്ട് തള്ളിക്കളയുന്നു. ടെക്നിക്കൽ കമ്മിറ്റിയും പഠനം നടത്തിയിരുന്നു. IIT മദ്രാസും പർഡ്യൂ യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയ പഠനത്തിലും പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നില്ല.
ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ വരെ പ്രളയം സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഒരേ സമയം മാധ്യമങ്ങൾക്ക് നൽകിയതാണ് സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതി വിധി വരുന്നതുവരെ റിപ്പോർട്ട് മാത്രമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഹൈക്കോടതിയിൽ മറിച്ച് തെളിയിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുമെന്നും കോടിയേരി പറഞ്ഞു. റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ മേൽ ഗവൺമെന്റിന് പറയാനുള്ളതെല്ലാം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇലക്ട്രിസിറ്റി ബോർഡിനോടോ വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റിനോടോ അഭിപ്രായം ചോദിച്ചുകൊണ്ടല്ല എമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു അഭിഭാഷകൻ മാത്രമാണ്. ആ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ്. സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു കമ്മിറ്റിയോ സംവിധാനമോ അല്ല എമിക്കസ് ക്യൂറി. അപ്പോൾ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് വരുന്ന സന്ദർഭത്തിൽ എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയും. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ലെന്ന് കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് നേതാവാണ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ അപജയം ചൂണ്ടിക്കാണിക്കുന്നു. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ പ്രളയത്തെ ഉപയോഗിക്കുന്നു. കേരളത്തെ സഹായിക്കാൻ UDF-ഉം NDA-യും ഒരിടപെടലും നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏതാനും സീറ്റുകളിൽ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട. കോൺഗ്രസ് നിൽക്കുമ്പോൾ പഴയ കോൺഗ്രസിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. ഇല്ല, ഞങ്ങൾക്ക് പ്രീപോൾ അലയൻസ് ഇല്ല. ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ ആരാണ്? കോടതിയുടെ വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അമിക്കസ് ക്യൂറിയുടെ പ്രാധാന്യമുള്ളൂ. അതൊരു വക്കീൽ മാത്രമാണ്. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനല്ല. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ കുറച്ചു. അടിസ്ഥാന നിരക്കുകൾ 0.5% കുറച്ചത്. റിപ്പോ നിരക്ക് 6%, റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75%യുമായാണ് കുറച്ചത്. ഇതോടെ ഭവന വാഹന വായ്പകൾക്ക് പലിശ കുറയും. തൃശൂർ ചിയ്യാരത്ത് വിദ്യാർത്ഥിനിയെ തീവച്ച് കൊലപ്പെടുത്തി. ചിയ്യാരം സ്വദേശിനിയും ബിടെക് വിദ്യാർത്ഥിനിയുമായ നീതുവാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിതീഷ് പോലീസ് കസ്റ്റഡിയിലാണ്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ കയറിയ പ്രതി പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. നിതീഷിന്റെ നിരന്തരമായ വിവാഹ അഭ്യർത്ഥന നീതു നിരസിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം. പുലർച്ചെയോടെ ബൈക്കിലെത്തിയ പ്രതി ചിയാരത്തെ നീതുവിന്റെ വീട്ടിലേക്ക് പിൻവാതിൽ വഴി പ്രവേശിക്കുകയായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കർക്കത്തിൽ ഏർപ്പെടുകയും നിതീഷിന്റെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് നീതുവിന്റെ ദേഹത്ത് തീ കൊളുത്തുകയുമായിരുന്നു. ഇന്ന് രാവിലെ 7-നും 7:30-ക്കും ഇടയിലായിരുന്നു സംഭവം. വീട്ടിലെ ശുചിമുറിയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. നിതീഷ് വീട്ടിൽ അതിക്രമിച്ച് കടന്നതാകാനാണ് സാധ്യതയെന്നും കരുതപ്പെടുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. വീട്ടുകാരും നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ശരിക്കും കത്തി ഞങ്ങളകത്തിയെ നോക്കുമ്പോൾ കുട്ടി ശരിക്കും കരിഞ്ഞ് കിടക്കും. ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ. ബിടെക് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട നീതു. നീതുവിന്റെ അമ്മ വർഷങ്ങൾക്കും മരിച്ചതാണ്. അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. നിലവിൽ മുത്തശ്ശിക്കും അമ്മാവനൊപ്പമായിരുന്നു നീതുവിന്റെ താമസം. നിതീഷ് ഏറെ നാളായി പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതായി വീട്ടുകാരും പറയുന്നു. എറണാകുളത്തെ സ്വകാര്യ IT കമ്പനിയിൽ ജീവനക്കാരനാണ് പ്രതിയായ നിതീഷ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലെന്ന് ദേശീയ ദിനപത്രം. 2004 സമാനമായ പരാജയം പാർട്ടി നേരിടേണ്ടി വരുമെന്ന് NDA ഘടകകക്ഷികളും BJPയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട്. അമിത പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട 2004 വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടതിന് സമാനമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 2004 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്ത് BJP ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ അനൈക്യവും വാജ്പേയിയുടെ ജനപ്രീതിയും വോട്ട് നേടിത്തരുമെന്ന് BJP കേന്ദ്രങ്ങൾ കരുതി. അന്തരിച്ച BJP നേതാവ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രചാരണ തന്ത്രങ്ങളും സജീവമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇടതു പാർട്ടികൾ ശക്തി തെളിയിച്ചു. ഒന്നാം UPA സർക്കാർ അധികാരത്തിലെത്തി. നീണ്ട 10 വർഷം BJP അധികാരത്തിന് പുറത്തായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാവി പാർട്ടി നേരിടുന്നതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വിലയിരുത്തുന്നു. 2004 സംഭവിച്ചതുപോലെ പരാജയം BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി വിജയിച്ചതെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. RSS BJP ബന്ധം പഴയതുപോലെ ശക്തമല്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭകരെ മുഴുവൻ മോദി അമിത്ഷാ വിഭാഗം സീറ്റ് നൽകാതെ ഒതുക്കിയതിൽ RSS തലവൻ മോഹൻ ഭഗവതിന് പോലും എതിർപ്പുണ്ട്. മുന്നറിയിപ്പ് പോലും നൽകാതെ നേതാക്കളെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് മോഹൻ ഭഗവത് BJP നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു.
ഇതിനുശേഷം RSS പ്രചാരണത്തിൽ ഏകീകരണമില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് നിരോധനം, GST തുടങ്ങിയ മോദിയുടെ നയങ്ങൾ തിരിച്ചടി നൽകിയെന്ന് 2018 സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വൻ ചലനമുണ്ടാക്കും. NDA വിപുലീകരിക്കാനും BJPക്ക് കഴിഞ്ഞിട്ടില്ല. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP സാന്നിധ്യം ഇപ്പോഴും ശുഷ്കമാണ് എന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി 2004 129 സീറ്റിൽ 109 സീറ്റ് UPAക്ക് ലഭിച്ചു. 2019 പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 110 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ BJP അംഗബലം പാർലമെന്റിൽ വീണ്ടും കുറയും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. PM നരേന്ദ്രമോദി എന്ന ചിത്രത്തിനെതിരായ ഹർജിയിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വാദം കേൾക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് PM നരേന്ദ്രമോദി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടത്. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് സതീഷ് ഗെയ്ക്വാദും PM നരേന്ദ്രമോദിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്യണമെന്ന ഗെയ്ക്വാദിന്റെ ആവശ്യം ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു. പൊതുവേദിയിൽ സഭ്യമല്ലാത്ത പദപ്രയോഗവുമായി തൃശൂർ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. 15 ലക്ഷം എല്ലാവരുടെയും അക്കൌണ്ടിലെത്തുമെന്ന മോദിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനാണ് സുരേഷ് ഗോപി രോഷാകുലനായത്. മാർച്ച് 31 കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി MPയുടെ സഭ്യമല്ലാത്ത പ്രതികരണം. ഇന്ത്യൻ പൗരൻ ഓരോരുത്തരുടെയും പേരിൽ 15 ലക്ഷം രൂപ വരെ വെച്ച് പങ്കുവെച്ചു കൊണ്ടുവന്ന് വിടാനുള്ള പണമുണ്ടത് എന്ന് പറഞ്ഞതിന് മോദി ഇപ്പൊ തന്നെ ആ കറവ പശുവിന്റെ നടുവിലേക്ക് തണുത്ത വെള്ളം കോരി ഒഴിച്ച് ചൊരത്തി കറന്ന് അങ്ങ് ഒഴുക്കി അണ്ണാക്കിൽ കൊണ്ട് തള്ളിത്തരുമെന്നാണോ അതിന്റെ അർത്ഥം? ഇത് ഈ ഭാഷയിലെ സംസാരിക്കാൻ പറ്റൂ. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുവേദിയിലായിരുന്നു സുരേഷ് ഗോപി MPയുടെ സഭ്യമല്ലാത്ത പദപ്രയോഗമടങ്ങുന്ന വിവാദ പരാമർശം. 15 ലക്ഷം എല്ലാവരുടെയും അക്കൗണ്ടിൽ എത്തുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം ന്യായീകരിക്കുന്നതിനിടയിലായിരുന്നു സുരേഷ് ഗോപി MP ശോഭിച്ചതും തുടർന്ന് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത പരാമർശം നടത്തിയതും. NDA സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപിയുടെ പരാമർശം വിവാദമായതോടുകൂടി വൻ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. പോസ്റ്റർ കീറിയ BJP പ്രവർത്തകനെ കൊണ്ട് നാട് മുഴുവൻ ഇടതുമുന്നണി നേതാക്കൾ പോസ്റ്റർ ഒട്ടിപ്പിച്ചു. കൊട്ടാരക്കര തേവലപ്പുറത്താണ് സംഭവം. അരീക്കൽ ഭാഗത്ത് കച്ചവടം നടത്തുന്ന ആലിൻകുന്നിൻപുറം സ്വദേശി സത്യദാസ് കടയടച്ച് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് പോസ്റ്റർ കീറിയത്. റോഡരികിൽ മതിലിൽ ഒട്ടിച്ചിരുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. ടോർച്ചടിച്ച് ആദ്യം പോസ്റ്റർ ആരുടേതെന്ന് വിലയിരുത്തി. പിന്നെ ചുറ്റും കണ്ണോടിച്ച് ആരും കാണുന്നില്ലെന്ന് ഉറപ്പാക്കി സത്യദാസ് പോസ്റ്ററുകൾ കീറിക്കളഞ്ഞ ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ നടന്നു വീട്ടിലേക്ക് പോയി. എന്നാൽ രാവിലെ സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റർ കീറിയ ആളെ മനസ്സിലാക്കിയത്. BJP പ്രവർത്തകനായ സത്യദാസിനോട് വഴക്കുണ്ടാക്കാൻ ഇടതുമുന്നണി പ്രവർത്തകർ തയ്യാറായില്ല. പകരം 150 പോസ്റ്റർ നൽകി നാട് മുഴുക്കെ ഒട്ടിക്കാൻ നിർദ്ദേശിച്ചു. സംഗതി വിഷയമാക്കേണ്ടെന്ന് കരുതി സത്യദാസ് പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചെയ്തു.